അടുത്തൊരു ചോദ്യം നോക്കുക. ദ പിക്ചർ ഓൺ ദ റൈറ്റ് ഷോസ് ടു സർക്കിൾസ് സെൻറ്റേർഡ് ഓൺ ദ സെയിം പോയിന്റ് ആൻഡ് എ ലൈൻ ഇന്റർസെക്ടിങ് ദം. പ്രൂവ് ദാറ്റ് ദ പാർട്സ് ഓഫ് ദ ലൈൻ ബിറ്റ്വീൻ ദ സർക്കിൾസ് ഓൺ ഐദർ സൈഡ് ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിൽ ഇവിടെ ഒരു രണ്ട് വൃത്തങ്ങളുണ്ട്. രണ്ട് വൃത്തത്തിൻ്റെയും കേന്ദ്രം സെയിം ആണ്. വൃത്തകേന്ദ്രം O എന്ന് വിളിക്കുവാണ്. ഒരേ കേന്ദ്രമായ രണ്ട് വൃത്തങ്ങളാണ്. ഒരു വരയും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. വരയുടെ ഇരുഭാഗത്തും വൃത്തങ്ങൾക്കിടയിലെ, നമുക്ക് ആ വരയുടെ ആദ്യത്തെ വൃത്തത്തിന്, ചെറിയ വൃത്തത്തിലെ ഈ പോയിന്റിന് A എന്നും ഇത് B എന്നും കൊടുക്കാം. അപ്പോൾ AB എന്ന് പറയുന്നത് ചെറിയ വൃത്തത്തിലെ ഒരു ഞാണാണ്. വലിയ വൃത്തത്തിലെ ഈ പോയിന്റ് C എന്നും ഈ പോയിന്റിന് D എന്നും പേര് കൊടുക്കാം. അപ്പോൾ വൃത്തത്തിനിടയ്ക്കുള്ള ഭാഗത്തെ ഒരേ നീളമാണെന്നാണ് തെളിയിക്കേണ്ടത്. ഒരേ നീളമാണെന്ന് തെളിയിക്കണം വൃത്തത്തിനിടയ്ക്ക്. അപ്പോൾ ഇവിടെ AC-യുടെ നീളവും BD-യുടെ നീളവും തുല്യമാണെന്ന് നമുക്ക് തെളിയിക്കാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കേന്ദ്രത്തിൽ നിന്നും ഈ വരയിലേക്ക് ഒരു ലംബം വരയ്ക്കുവാണ്. നമുക്കറിയാം, കേന്ദ്രത്തിൽ നിന്നും ഒരു ഞാണിലേക്ക് ലംബം വരച്ചാൽ അത് ഞാണിനെ സമഭാഗം ചെയ്യും എന്ന കാര്യമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. OM എന്ന് പറയുന്നത് ലംബമാണ്. പെർപെൻഡിക്കുലർ AB. ഡ്രോ OM പെർപെൻഡിക്കുലർ AB അല്ലെങ്കിൽ CD. AB എന്നോ CD എന്നോ എഴുതാം. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ AM എന്ന് പറയുന്ന നീളം, AM എന്ന് പറയുന്ന നീളവും MB എന്ന് പറയുന്ന നീളവും തുല്യമായിരിക്കും. കാരണം ഇത് ചെറിയ ഞാൻ AB ആണ്, അതിനെ സമഭാഗം ചെയ്യുന്നു എന്നാണ്. OM പെർപെൻഡിക്കുലർ AB ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ അത് ഈ കോഡിനെ ബൈസെക്ട് ചെയ്യും. പെർപെൻഡിക്കുലർ OM MABയെ ബൈസെക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നീളങ്ങൾ, ചെറിയ നീളങ്ങൾ തുല്യമാണെന്നാണ്. ഓക്കെ, therefore OM ABക്ക് ലംബമായി വരയ്ക്കുന്നു. അതുകൊണ്ട് എന്തെഴുതാം? M ABയുടെ മധ്യബിന്ദുവാണ്. M is the midpoint of AB. Midpoint of AB. M ABയുടെ മധ്യബിന്ദുവാണ്. മധ്യബിന്ദു. മധ്യബിന്ദു ആണ്. അതാണ് M ABയുടെ മധ്യബിന്ദുവാണ്. അപ്പോൾ നീളങ്ങൾ തുല്യമായിരിക്കും. ഏതൊക്കെ നീളം? AM സമം, therefore AM സമം MB ആണ്. ഓക്കെ, ഇതേപോലെ M is the midpoint of CD അല്ലേ? M is the midpoint of CD. M CD-യുടെ M is the midpoint of CD. Midpoint of CD. M CD-യുടെ മധ്യബിന്ദുവാണ്. അതായത് CM എന്ന് പറയുന്ന നീളവും MD എന്ന് പറയുന്ന നീളവും തുല്യമാണ്. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുകയാണ്. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഈ രണ്ടിൽ നിന്ന്, ഇതാണ് വലിയ നീളം, രണ്ടിൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നു. രണ്ടിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടും? CM-ൽ നിന്ന് ഏത് കുറയ്ക്കുക? AM കുറയ്ക്കുക. ഈസ് ഈക്വൽ ടു MD-യിൽ നിന്ന് MB കുറയ്ക്കുക. ഇനി ഫിഗർ നോക്കൂ. C മുതൽ M വരെയുള്ള നീളത്തിൽ നിന്ന് A മുതൽ M വരെയുള്ള നീളം കുറച്ചാൽ നമുക്ക് ഇത് കിട്ടും, CA കിട്ടും. CA, therefore CA സമം MD-യിൽ നിന്ന് MB മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? BD എന്ന് കിട്ടും. BD. ഓക്കെ, അപ്പോൾ CA is equal to BD എന്ന് കിട്ടും. അതായത് വൃത്തത്തിനിടയ്ക്കുള്ള ഭാഗത്തെ നീളങ്ങൾ തുല്യമാണെന്ന് കിട്ടും. ഓക്കെ, അതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3-ാമത്തെ ചോദ്യം നോക്കൂ. ദ ഫിഗർ ഷോസ് 2 chords drawn on either side of the diameter. ഒരു വ്യാസത്തിൻ്റെ ഇരുവശങ്ങളിലുമായി ഞാൻ വരച്ചിരിക്കുന്നു. ഓക്കെ, ചിത്രത്തിൽ ഒരു വ്യാസത്തിൻ്റെ ഇരുവശത്തുമായി 2 ഞാണുകൾ വരച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഞാണിൻ്റെ നീളം എത്രയാണെന്നാണ്. നമുക്കിവിടെ തീർച്ചയായിട്ടും ഇതൊരു വ്യാസം നമുക്ക് AB ആയിട്ട് കൊടുക്കാം. വ്യാസം AB ആണ്. ഓക്കെ,
അപ്പോൾ വ്യാസത്തിൻ്റെ കൃത്യം നടുക്കായിട്ട് വ്യാസത്തിൻ്റെ മധ്യബിന്ദു എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ കേന്ദ്രമാണ് ഓയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഞാണിലേക്ക് ലംബം വരയ്ക്കുക എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. ഓയിൽ നിന്ന് ആദ്യത്തെ ഞാൺ ഇവിടേക്ക് ലംബം വരയ്ക്കുന്നു. ലംബം എന്ന് പറഞ്ഞാൽ ഇവിടെ 90 ഇതിനെ AC എന്നും ഇത് AD ആണ്. നമുക്ക് OM ആണ് ആദ്യത്തെ ലംബം. OM ആദ്യത്തെ AC എന്ന് പറയുന്ന ഞാണിലേക്ക് വരയ്ക്കുന്നു. അതേപോലെ ഇവിടെ നിന്ന് രണ്ടാമത്തെ ഞാണിലേക്ക് ON വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ രണ്ട് കോണുകളും 30 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഇവിടെ ലംബമായതുകൊണ്ട് 90 ഡിഗ്രി ആയിരിക്കും, ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും ലംബമായതുകൊണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വെക്കാം. എന്തൊക്കെയാണ് ചെയ്യുന്ന കേന്ദ്രത്തിൽ നിന്നും AC-യിലേക്ക് ലംബം വരയ്ക്കുന്നു. ആദ്യത്തെ കാര്യം, വൃത്തകേന്ദ്രത്തിൽ നിന്ന് വൃത്തകേന്ദ്രം O ആണ്. വൃത്തകേന്ദ്രം, ഓക്കെ, വൃത്തകേന്ദ്രം O ആണ്. O is the center of the circle. Draw OM perpendicular AC. Draw OM perpendicular AC. AC-ക്ക് ലംബമായി OM വരയ്ക്കുക. AC-ക്ക് ലംബമായി OM വരയ്ക്കുക. ഓക്കെ, അപ്പോൾ MAC-യുടെ മധ്യബിന്ദുവാകും. ഓക്കെ, MAC-യുടെ മധ്യബിന്ദുവാണ്. therefore M എന്ന ബിന്ദു AC-യുടെ മധ്യബിന്ദുവാണ്. ഓക്കെ, M is the midpoint of AC. Midpoint of AC എന്ന് കിട്ടും. ഇതേപോലെ ON, draw ON perpendicular AC. Therefore N is the midpoint of AD. Sorry, ON perpendicular AD എന്നാണ്. N is the midpoint of AD എന്ന് കിട്ടും. ഓക്കെ, N is the midpoint of AD എന്ന് എഴുതിയാൽ AM എന്ന് പറയുന്നത് AC-യുടെ പകുതിയാണ്. അപ്പോൾ AM എന്ന് പറയുന്നത് 3/2 ആവും. 3/2 ആണ്. ഓക്കെ, അത് നമുക്ക് അതിലേക്ക് വരാം. നമ്മൾ അടുത്തത് ഇവിടുത്തെ കോണുകളെ പറ്റി പറയാം. കോണുകളെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇത് 30 ഡിഗ്രി ആണെന്ന് ചോദ്യത്തിലുണ്ട്, ഇവിടെ 90 ആണ്. അങ്ങനെയാണെങ്കിൽ AON എന്ന് പറയുന്നത് ഇൻ ട്രയാങ്കിൾ AON അല്ലെങ്കിൽ ANOയിൽ കോൺ N എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിയാൽ 90 കിട്ടണം. അങ്ങനെയാണെങ്കിൽ AON, കോൺ AON സമം, ഇവിടെ ഓൾറെഡി ഒരെണ്ണം 90 ഉണ്ട്, പിന്നെ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 90 കിട്ടണം. അങ്ങനെയാണെങ്കിൽ അത് 60 ഡിഗ്രി ആയിരിക്കും. അത് 90-ൽ നിന്ന് 30 കുറച്ചാൽ മതി, 60 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇത് 60 ഡിഗ്രിയാണ്. ഇതേപോലെ AOM ഇൻ ട്രയാങ്കിൾ AMO, ആംഗിൾ AOM അവിടെയും കിട്ടും 90 മൈനസ് 30, അവിടെയും കിട്ടും 60 ഡിഗ്രിയാണ്. ഇവിടെയും 60 ഡിഗ്രിയാണ്. ഓക്കെ, AOA എന്ന് പറയുന്നത് ഈ രണ്ട് ത്രികോണത്തിലും കോമൺ ആയിട്ടുള്ള വശമാണ്. OA എന്നത് കോമൺ സൈഡാണ്. ഓക്കെ, OA ഈസ് ദി കോമൺ സൈഡ്. പൊതുവായ വശം OA ആണ്. അപ്പോൾ ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണും തുല്യമായിരിക്കുവാണ്. therefore triangle ANO and triangle AMO are equal triangles. തുല്യ ത്രികോണങ്ങളാണ്.
തുല്യ ത്രികോണങ്ങളായാൽ തുല്യ കോണിനെതിരെ കിടക്കുന്ന വശം തുല്യമായിരിക്കും. 60-നെതിരെ കിടക്കുന്ന എത്രയാണോ, ഇവിടെ 3/2 എന്നാണ്, മുഴുവൻ 3 അപ്പോൾ ഇത് 1.5 3/2 എന്ന് പറഞ്ഞാൽ 1.5 സെൻറ്റിമീറ്റർ എന്നാണ്. അതുതന്നെയായിരിക്കും ഈ 60-ൻ്റെ നേരെ എതിരെ കിടക്കുന്നത്, ഇതും 1.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ദെർഫോർ AN എന്ന് പറയുന്നതും AM എന്ന് പറയുന്നതും എത്രയാണ്, 1.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ AN 1.5 ആണെങ്കിൽ വാട്ട് ഈസ് AD? ദെർഫോർ AD എന്ന് പറയുന്നത് ഇരട്ടിയാണ്, 2 × 1.5 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. A chord and the diameter through one of its ends are drawn in a circle. A chord of the same inclination is drawn on the other side of the diameter. വൃത്തത്തിൽ ഒരു ഞാണ് ഇവിടെ ഉണ്ട്, അതിൻ്റെ ഒരറ്റത്തുകൂടി ഒരു വ്യാസവും വരയ്ക്കുന്നു. അപ്പോൾ വ്യാസം നമുക്ക് AB ആയിട്ട് എഴുതാം. വ്യാസം AB ആണ്, ഒരു ഞാൻ AC ആണ്. ഓക്കെ, മറുഭാഗത്ത് ഇതേ കോണളവിൽ, ഇവിടുത്തെ കോണളവ് എത്രയാണോ അതേ കോണളവിൽ, ഇതാണ് AB എന്ന് പറയുന്നതാണ് വ്യാസം, O എന്ന് പറയുന്നത് വൃത്ത കേന്ദ്രമാണ്, AC എന്ന് പറയുന്ന ഒരു ഞാനാണ്, AD എന്ന് പറയുന്നത് അടുത്ത ഞാനാണ്. ഇവിടെ ഒരേ കോണളവിലാണ് ഈ ADയും വരച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് ഈ ഞാണുകൾക്ക് ഒരേ നീളമാണെന്ന് തെളിയിക്കുക. അതായത് AC-യുടെ നീളവും AD-യുടെ നീളവും തുല്യമാണ് എന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ Dയിൽ നിന്ന് Oയിലേക്ക് യോജിപ്പിക്കുന്നു. ഇത് യോജിപ്പിച്ച് നമ്മളിവിടെ ഒരു ത്രികോണം ഉണ്ടാക്കാൻ പോവാണ്. ഇത് യോജിപ്പിക്കുന്നു, അതേപോലെ സിയിലേക്കും യോജിപ്പിക്കുകയാണ്. അപ്പോൾ 2 ത്രികോണങ്ങൾ കിട്ടും. ഏതൊക്കെയാണ് 2 ത്രികോണങ്ങൾ? ത്രികോണങ്ങൾ OADയും OCDയും, OADയും OACയും ആണ്. അപ്പോൾ ഈ 2 ത്രികോണങ്ങൾ എടുക്കുവാണ്. ഈ ത്രികോണങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യം, ഇവിടെ 2 കോണുകൾ തുല്യമാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതാദ്യം നമുക്ക് എഴുതി വെക്കാം. കോൺ OAC ഈക്വൽ ടു കോൺ OAD ഈക്വൽ ടു X ആണെന്ന് എടുക്കുവാണ്. ഓക്കെ, അതാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതേ ചരിവിൽ മറ്റൊരു ഞാണും വരയ്ക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കാൻ കാരണം, ഒരേ ചരിവാണെന്നാണ്. അപ്പോൾ 2 X ആയിട്ട് എടുത്തു. ഇനി ഈ ത്രികോണം OADയിൽ അവിടെ OA എന്ന് പറയുന്ന നീളവും ODയും തുല്യമാണ്. ഇൻ ട്രയാങ്കിൾ OAD ഏതൊക്കെ നീളം തുല്യം? OA എന്ന് പറയുന്നത് അതിൻ്റെ ആരമാണ്, OD എന്ന് പറയുന്നതും ആരമാണ്. 2 നീളങ്ങൾ തുല്യം. Oയിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് A വരെ ആരമാണ്, Oയിൽ നിന്ന് D വരെ ആരമാണ്. അത് 2 തുല്യമായിരിക്കും. കോമ്പസിൻ്റെ നീഡിൽ ഇവിടെ കുത്തിയിട്ടാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത്. അപ്പോൾ എല്ലായിടത്തേക്കും നീളം തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ട ഒരേ ലെറ്റർ O ഉണ്ട്. ആ ഒരേ ലെറ്റർ കളഞ്ഞാൽ എയിലും ഡിയിലും ഉണ്ടാകുന്ന കോണുകൾ തുല്യമായിരിക്കും. 2 വശം തുല്യമാണെങ്കിൽ 2 കോൺ തുല്യമായിരിക്കും. ആ 2 കോണുകൾ നമ്മൾ എടുക്കുന്നത് ഈ തുല്യവശങ്ങൾക്ക് എതിരെ കിടക്കുന്നതാണ്. അതായത് എയ്ക്ക് നേരെ എതിരെ കിടക്കുന്ന വശം OD, അല്ലെങ്കിൽ ODക്ക് നേരെ എതിരെ കിടക്കുന്ന കോൺ OAക്ക് നേരെ എതിരെ കിടക്കുന്ന കോൺ. അതിന് നമ്മൾ എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ ഒരേപോലെയുള്ള ലെറ്റർ കളഞ്ഞാൽ എയിലും ഡിയിലും ഒരേ കോണായിരിക്കും. എയിൽ X ആണ്, അപ്പോൾ ഡിയിലും എന്ത് തന്നെയായിരിക്കും? X തന്നെയായിരിക്കും. Therefore കോൺ ODA എന്ന് പറയുന്നതും X ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 100, ഇത് 3 കൂടി കൂട്ടിയാൽ 180 കിട്ടുമല്ലോ. ഒരെണ്ണം X ഉം വേറൊരെണ്ണം X ആണ്. അങ്ങനെയാണെങ്കിൽ ഈ AOD എന്ന് പറയുന്ന കോൺ
ദെർഫോർ കോൺ എ ഒ ഡി എന്ന് പറയുന്നത് മുഴുവൻ 180 ആണ്. 180 നിന്ന് ഈ 2 എക്സുകൾ കളഞ്ഞാൽ മതി. 180 നിന്നും 2 എക്സുകൾ മൈനസ് ചെയ്യുക. അപ്പോൾ ഇത് 180 മൈനസ് 2x എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടേക്ക് വരിക. ഇൻ ട്രയാങ്കിൾ ത്രികോണം ഒ എ സിയിൽ ഏതൊക്കെ നീളം തുല്യം? അവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയാം. ഒ എ ഈക്വൽ ടു ഒ സി. അപ്പോൾ എയിലും സിയിലും ഒരേ കോണായിരിക്കും. എയിൽ എക്സ് ആണ്, സിയിലും അപ്പോൾ എക്സ് തന്നെ. ഓക്കെ, ദെർഫോർ കോൺ ഒ സി എ എന്ന് പറയുന്നത് എക്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ഒ സി, ദെർഫോർ കോൺ എ ഒ സി എന്ന് പറയുന്നത് 180 നിന്നും 2x മൈനസ് ചെയ്യുക. ഇവിടെ കിട്ടും, ഇവിടെ 180 മൈനസ് 2x ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾസിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഇത് ഈക്വൽ ട്രയാങ്കിൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്? നമുക്ക് ആ ട്രയാങ്കിൾ എഴുതി വെക്കാം. ഒ എ ഡി, ട്രയാങ്കിൾ ഒ എ ഡിയും അടുത്തത് ട്രയാങ്കിൾ ഒ എ സിയുമാണ്. ഒ എ കോമൺ സൈഡാണ്. അല്ലേ? ഒ എ കോമൺ സൈഡാണ്. ഇവിടെ ഒ എ ഉണ്ട്, ഇവിടെയും ഒ എ ഉണ്ട്. ഒ എ ഇസ് ഈക്വൽ ടു ഒ എ. ഇനി ഒ ഡി എന്ന് പറയുന്നത്, ഇവിടുത്തെ ഒ ഡി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒ സിയുമായിട്ട്, ഇതെല്ലാം ആരമായതുകൊണ്ട് 2 നീളവും തുല്യം. അവയ്ക്കിടയിലുള്ള കോൺ നോക്കുക. ഇപ്പോൾ 2 വരകളാണ് പറഞ്ഞിരിക്കുന്ന. ഒ എ എന്ന് പറയുന്ന വരയും ഒ ഡി എന്ന് പറയുന്ന വരയും. അതിൻ്റെ ഇടയ്ക്ക് 180 മൈനസ് 2x. ഇനി ഇപ്പുറത്തെ ട്രയാങ്കിളിലേക്ക് വന്നാൽ ഒ എയും ഒ സിയും, അതിൻ്റെ ഇടയ്ക്ക് 180 മൈനസ് 2x. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കോൺ തുല്യമാണ്. അതായത് കോൺ എ ഒ ഡി സമം കോൺ എ ഒ സി. അപ്പോൾ 2 വശവും അവയ്ക്കിടയിലുള്ള കോണും തുല്യമായാൽ these 2 triangles are equal. Therefore triangle OAD and triangle OAC are equal. അല്ലേ? Therefore triangle OAD and triangle OAC are equal. തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളായാൽ എന്താ പ്രത്യേകത? തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും. 180 മൈനസ് 2x-നെതിരെ കിടക്കുന്ന വശം ഏതാണ്? എ ഡി ആണ്. അതുപോലെ ഇവിടെ 180 മൈനസ് 2x-നെതിരെ കിടക്കുന്നത് എ സി ആണ്. ദെർഫോർ എ ഡി ഈസ് ഈക്വൽ ടു എ സി എന്ന് എഴുതാം. ദെർഫോർ എ ഡി ഈക്വൽ ടു എ സി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം. The figure shows 2 chords drawn on either side of the diameter. How much is the angle of the other chord make with the diameter? ചിത്രത്തിൽ ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിന് മുകളിലും താഴെയുമായി 2 ഞാണുകൾ വരച്ചിരിക്കുന്നു. മുകളിലെ ഞാൺ വ്യാസവുമായി ഉണ്ടാക്കുന്ന കോൺ എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ചിത്രത്തിൽ ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിന് മുകളിലും താഴെയുമായി 2 ഞാണുകൾ വരച്ചിരിക്കുന്നു. മുകളിലെ ഞാൻ വ്യാസവുമായി ഉണ്ടാക്കുന്ന കോൺ എന്താണ്? ഈ കോൺ എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതിന് നമ്മളിപ്പോൾ പഠിച്ച കാര്യം തന്നെ, ഇപ്പോൾ ചെയ്ത കാര്യം തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. എ ബി വ്യാസമാണ്. ഇതിൻ്റെ കേന്ദ്രം ഒ ആയിട്ട് ഉപയോഗിക്കുക. എ സി എ ഡി 2 ഞാണുകൾ. ഇത് ഒ സി യോജിപ്പിക്കുക. ഒ സി അതേപോലെ തന്നെ ഒ ഡി യോജിപ്പിക്കുക. ഓക്കെ, ഒയിൽ നിന്ന് ഡിയിലേക്ക് യോജിപ്പിക്കുക. ഇനി ഈ ത്രികോണം ഒ എ ഡി ഓക്കെ, ട്രയാങ്കിൾ ഒ എ ഡി അതുപോലെ തന്നെ ട്രയാങ്കിൾ ഒ എ സി. ഇതിൽ ഇവിടെ ഒ എ എന്ന് പറയുന്ന സൈഡുണ്ട്, ഇവിടെയും ഉണ്ട് ഒ എ. അത് തുല്യമാണ്, കോമൺ സൈഡാണ്. അടുത്തത്
ഒ ഡി എന്ന് പറയുന്ന നീളം ഇവിടുത്തെ ഒ സിയുമായിട്ട് തുല്യമാണ്. എന്താണ്? ആരമാണത്. ആരമായതുകൊണ്ട് തുല്യമായിരിക്കും. അടുത്തത് എ ഡി എന്ന് പറയുന്ന നീളത്തിൻ്റെ എത്രയാണോ അത് തന്നെയാണ് എ സി. അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 2-3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അത് തുല്യം. അപ്പോൾ 3 വശങ്ങൾ ഈ ഒ എ ഡി എന്ന് പറയുന്ന ത്രികോണത്തിലെ 3 വശങ്ങൾ ഒ എ സി എന്ന് പറയുന്ന ത്രികോണത്തിലെ 3 വശങ്ങളുമായിട്ട് തുല്യം. ദെർഫോർ ഇത് രണ്ടും തുല്യ ത്രികോണങ്ങളാണ്. ദെർഫോർ ത്രികോണം ഒ എ ഡി ത്രികോണം ഒ എ സി ഇവ തുല്യ ത്രികോണങ്ങളാണ്. ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. തുല്യ ത്രികോണങ്ങൾ ആണ്. ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് ആയാൽ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ തുല്യമായിരിക്കും. ഈ സൈഡിന് നമുക്ക് ഇതിൻ്റെ കാര്യമാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ ഒ സിക്ക് നേരെ എതിരെ കിടക്കുന്ന കോൺ 40 ഒ സിക്ക് തുല്യം ഒ ഡി ആണ്. ഒ ഡിക്ക് നേരെ എതിരെ കിടക്കുന്നതും 40 തന്നെയായിരിക്കും. ഓക്കെ. ദെർഫോർ കോൺ ഒ എ ഡി സമം 40 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ. അടുത്തത് പ്രൂവ് ദാറ്റ് the angle made by 2 equal chords drawn from a point on the circle is bisected by the diameter through that point. എന്താണ്? വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്നും വരയ്ക്കുന്ന ഒരേ നീളമുള്ള ഞാണുകൾ ചേരുന്ന കോണിനെ ആ ബിന്ദുവിലൂടെയുള്ള വ്യാസം സമഭാഗം ചെയ്യും എന്ന് തെളിയിക്കണം. ഓക്കെ. വൃത്തത്തിൽ എ ബി എന്ന ഞാണിന് പേര് കൊടുക്കുന്നു എ ബി. ഇവിടെ 2 തുല്യ ഞാണുകൾ ഈക്വൽ കോഡ്സ് ഉണ്ട്. വൃത്തത്തിൽ ഒരു ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന ഒരേ നീളമുള്ള ഞാണുകൾ. അപ്പോൾ ഒരേ നീളമുള്ള 2 ഞാണുകൾ കൂടി ഇനി ഇവിടെ എടുക്കാൻ പോവുകയാണ്. എ എന്ന ബിന്ദുവിൽ നിന്നും ഒരേ നീളമുള്ള 2 ഞാണുകൾ വരയ്ക്കുന്നു. ഒരെണ്ണം എ സിയും ഒരെണ്ണം എ ഡിയുമാണ്. വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്നും എ എന്ന് പറയുന്ന ബിന്ദുവിൽ നിന്നും ഒരേ നീളമുള്ള ഞാണുകൾ ചേരുന്ന കോണിനെ ആ ബിന്ദുവിലൂടെയുള്ള വ്യാസം സമഭാഗം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ എ എന്ന് പറയുന്ന ബിന്ദുവിലൂടെ ഒരു വ്യാസം വരച്ചിരിക്കുകയാണ്. ആ വ്യാസം സമഭാഗം ചെയ്യുന്നു എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ആ വൃത്തത്തിൻ്റെ കേന്ദ്രം O ആയിട്ട് എടുക്കുക. അതായത് ഈ 2 കോണുകൾ തുല്യമാണെന്ന് നമുക്ക് തെളിയിക്കണം. ഓക്കെ. അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു ത്രികോണം ഉണ്ടാക്കുക. ഇവിടെ ഒ യു ആയിട്ട് ഡിനെ യോജിപ്പിക്കുക. അതേപോലെ ഒ യു ആയിട്ട് സിനെയും യോജിപ്പിക്കുക. 2 ത്രികോണങ്ങൾ കിട്ടും. ഓക്കെ. ത്രികോണം ഒ എ ഡിയും ത്രികോണം ഒ എ സിയും ആണ്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് എഴുതാം. എങ്ങനെയാണ് വരിക? ത്രികോണം ഒ എ ഡി ത്രികോണം ഒ എ സി ഇൻ ട്രയാങ്കിൾ ഒ എ ഡി ഒ എ സി. ത്രികോണം ഒ എ ഡി ഒ എ സി ഇവ പരിഗണിച്ചാൽ എന്താ കിട്ടും? ഒ എ കോമൺ സൈഡാണ്. ഒ എ ഈക്വൽ ടു ഇവിടെയും ഒ എ തന്നെ. ഒ ഡി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒ സിയുമായിട്ട് തുല്യം ആരമാണ്. ഓക്കെ. അടുത്തത് എ ഡി എന്ന് പറയുന്നത് എ സിയുമായിട്ട് തുല്യം. അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. തുല്യ നീളമുള്ള ഒരേ നീളമുള്ള ഞാണുകളാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 3 വശങ്ങൾ തുല്യമായി. അതുകൊണ്ട് എന്ന് പറയാം, therefore ട്രയാങ്കിൾ ഒ എ ഡി ട്രയാങ്കിൾ ഒ എ സി ഇവ ആർ ഈക്വൽ ട്രയാങ്കിൾസ്. തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളാണെങ്കിൽ തുല്യ വശങ്ങൾക്കെതിരെ കിടക്കുന്ന കോൺ. ഇവിടെ ഈ ഡോട്ടഡ് ലൈനിന് എതിരെ കിടക്കുന്നത് ഇതാണ്. ഈ ഡോട്ടഡ് ലൈനെതിരെ കിടക്കുന്ന കോണും ഇതാണ്. therefore ഒ എ ഡി
Therefore കോൺ ഒ എ ഡി സമം കോൺ ഒ എ സി. ഓക്കെ, സമഭാഗം ചെയ്യും, കോണുകൾ തുല്യമാണെന്ന് കിട്ടും. ഓക്കെ. ഡ്രോ എ സ്ക്വയർ ആൻഡ് എ സർക്കിൾ ത്രൂ ഓൾ 4 വെർട്ടിസസ്. ഒരു സ്ക്വയർ വരയ്ക്കുന്നു, എന്നിട്ടൊരു വൃത്തം വരയ്ക്കുവാണ്. ഈ 4 മൂലകളിൽ കൂടി കടന്നു പോകുന്ന 4 വെർട്ടെക്സിലൂടെ കടന്നു, ഒരു സമചതുരവും അതിൻ്റെ 4 മൂലകളിലൂടെയുള്ള വൃത്തവും വരയ്ക്കുക. സമചതുരത്തിൻ്റെ വശങ്ങൾക്ക് സമാന്തരമായ വ്യാസങ്ങൾ വൃത്തത്തെ മുട്ടുന്ന ബിന്ദുക്കളും, ഇവിടെ വൃത്തത്തെ മുട്ടുന്ന ബിന്ദുക്കളുണ്ട്. 1, 2, 3, 4 വൃത്തത്തെ മുട്ടുന്ന ബിന്ദുക്കളും സമചതുരത്തിൻ്റെ മൂലകൾ യോജിപ്പിച്ച് മറ്റൊരു ബഹുഭുജം വരയ്ക്കുന്നു. ഇവിടെയാണ് ആ ബഹുഭുജം വരച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു, ഇങ്ങനെ ഇത് കൂട്ടിമുട്ടുന്നു, ഇത് യോജിപ്പിക്കുന്നു, അടുത്തത് ഇത് യോജിപ്പിക്കുന്നു. ഇങ്ങനെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ബഹുഭുജം ഉണ്ടാക്കുകയാണ്. നമുക്ക് വേണ്ടത് ഇതൊരു സമ അഷ്ടഭുജമാണെന്ന് തെളിയിക്കണം. അതായത് ഇപ്പോൾ ഈ വരയ്ക്കുന്ന വരകളുടെ എല്ലാം നീളം തുല്യമാണെന്ന് നമുക്ക് തെളിയിക്കണം. ഈ വരകളെല്ലാം തുല്യമാണെന്ന് തെളിയിക്കണം. അതിന് നമുക്കിവിടെ ഒരെണ്ണം എടുക്കാം. ഇത് എ എന്ന് പറയുന്നൊരു പോയിന്റ് എടുക്കുവാണ്. ഇത് എ, കേന്ദ്രം ഒ, ഇത് ബി എന്ന് പറയുന്നത് എ ബി, ഇത് സി എന്നെടുക്കും. ഇവിടെ മാത്രം നമുക്ക് ഈ ഒ ബി യോജിപ്പിക്കാം. നമുക്കറിയാം കോൺ എ ഒ സി എന്ന് പറയുന്നത്, കോൺ എ ഒ സി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇത് ഒ ബിയുമായിട്ട് യോജിപ്പിക്കുന്നു. ഓക്കെ, യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് സമചതുരമായതുകൊണ്ട്, ഇതൊരു വികരണമാണ്, സമചതുരമായതുകൊണ്ട് നമുക്കറിയാം ഇതിലെ ഈ എ ഒ ബി എന്ന് പറയുന്ന കോൺ, ഈ കോൺ, ഇത് അതേപോലെ കോൺ ബി ഒ സി എന്ന് പറയുന്നത്, therefore കോൺ എ ഒ ബി എന്ന് പറയുന്നതും കോൺ ബി ഒ സിയും രണ്ടും 45 ഡിഗ്രി വെച്ചായിരിക്കും. ഇത് രണ്ടും 45 ഡിഗ്രി വെച്ചാണ്. ഓക്കെ, അത് നമ്മൾ എഴുതുകയാണ്. അത് രണ്ടും 45 ഡിഗ്രിയാണ്. ഇനി ഈ 2 ത്രികോണങ്ങൾ എടുക്കുകയാണ്. ഏതൊക്കെ ത്രികോണങ്ങളാണ്? ത്രികോണം എ ഒ ബി, ത്രികോണം എ ഒ ബി, ത്രികോണം ബി ഒ സി, ഇൻ ട്രയാങ്കിൾ എ ഒ ബി, ത്രികോണം ബി ഒ സി, ഇവ പരിഗണിക്കുക. അവിടെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. ഒ എ എന്ന് പറയുന്ന നീളം, ഒ എ എന്ന് പറയുന്ന വൃത്തത്തിൻ്റെ ആരമാണ്. ഒ സി എന്ന് പറയുന്നതും വൃത്തത്തിൻ്റെ ആരമാണ്. ഒ എ ഈക്വൽ ടു ഒ സി. ഒ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ പൊതുവായ വശമാണ്. 2 ത്രികോണത്തിനും പൊതുവായ വശമാണ്. അത് രണ്ടും തുല്യം. ഇനി ഇതിനിടയ്ക്കുള്ള ആംഗിൾ, ഈ 2 വരകൾക്കിടയ്ക്കുള്ള കോണുകൾ നോക്കാം. ഒ എക്കും ഒ ബിക്കും ഇടയ്ക്കുള്ള കോൺ എ ഒ ബി ആണ്. കോൺ എ ഒ ബി, ഇവിടുത്തത് കോൺ ബി ഒ സി, അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് 240. അപ്പോൾ അത് രണ്ടും തുല്യമാണ്, 245 വീതമാണ്. അപ്പോൾ 2 വശവും അതിനിടയ്ക്കുള്ള കോണും തുല്യമായി. അതുകൊണ്ട് therefore എന്ത് പറയാം? therefore ഇവ തുല്യ ത്രികോണങ്ങളാണ്. ഓക്കെ, therefore ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ ബി ഒ സി ആർ ഈക്വൽ ട്രയാങ്കിൾസ്. തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളാണെങ്കിൽ തുല്യ കോണുകൾക്കെതിരെ കിടക്കുന്ന വശം, ഈ 45, ഇവിടെ 45 ആണ്. ഈ 45-നെതിരെ കിടക്കുന്നത് എ ബി ആണ്. ഇവിടെ ഈ 45 ആണ്. ആ 45-നെതിരെ കിടക്കുന്നത് ബി സി ആണ്. therefore എ ബി ഈസ് ഈക്വൽ ടു ബി സി എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ ബി ഒ സിയും അടുത്തത് നമുക്കിവിടെ ഒരെണ്ണം യോജിപ്പിച്ചു കഴിഞ്ഞാൽ, അടുത്തൊരെണ്ണം യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഡി ആയിട്ട് എടുത്താൽ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ഇൻ ട്രയാങ്കിൾ ബി ഒ സി ആൻഡ് ട്രയാങ്കിൾ സി ഒ ഡി എടുത്താൽ എന്ത് കിട്ടും? ഇതേപോലെ എന്ത് കിട്ടും? ബി സി ഇസ് ഈക്വൽ ടു
ബി സി ഇസ് ഈക്വൽ ടു സി ഡി എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെയാണ്? ദെർഫോർ എ ബിയുടെ നീളം ബി സിയുമായിട്ട് തുല്യമാണ്, ബി സി സി ഡി ആണ്, ഡി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് പേര് കൊടുക്കാം. ഡി, ഇത് ഇ, ഇത് എഫ്, ഇത് ജി, ഇത് എച്ച് ആയാൽ ഇതെല്ലാം തുല്യമാണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. സി ഡി ഈസ് ഈക്വൽ ടു ഡി ഇ ഈസ് ഈക്വൽ ടു ഇ എഫ്, അത് എഫ് ജി ആണ്, അത് ജി എച്ച് ആണ്, അത് എച്ച് എ ആണ്. ഓക്കെ, വശങ്ങളെല്ലാം തുല്യം. അതുകൊണ്ട് ഇതൊരു റെഗുലർ ഒക്ടഗൺ ആണ്. ദെർഫോർ ഇതൊരു സമ അഷ്ടഭുജമാണ്. ദെർഫോർ ദിസ് ഈസ് എ റെഗുലർ ഒക്ടഗൺ. ദിസ് ഈസ് എ റെഗുലർ ഒക്ടഗൺ. ഇതൊരു സമ അഷ്ടഭുജമാണെന്ന് കിട്ടും. ഓക്കെ.